പാലക്കാട് മൂത്താന്തറ കണ്ണകി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണം കിളിപ്പാട്ട് പാരായണവും വ്യാഖ്യാനവും നടത്തി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിന് പുറമെ എ.ജെ. ശ്രീനി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ശ്രീരാമ പട്ടാഭിഷേകവും വിശേഷ പൂജയും നാമസങ്കീർത്തവും നടത്തി. ദിവസം പാരായണവും വ്യാഖ്യാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ യശോറാം ബാബു, ബി പ്രഭാകരൻ, ആർ രഘുനാഥ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കണ്ണകി ഭഗവതിയുടെ അനുഗ്രഹമുള്ളൊരു മണ്ണാണിത്. ഈ പ്രദേശത്ത് ഉള്ള മുഴുവൻ ജനങ്ങളും കണ്ണകി ഭക്തരാണ്. കുലദൈവം കണ്ണകിയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രത്തിൽ പുരാതനമായിട്ടുള്ള ശിവക്ഷേത്രം കാശി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയും അതോടൊപ്പം തന്നെ കണ്ണകി ഭഗവതിയുമുണ്ട്. ഈ കണ്ണകി ദേവി ക്ഷേത്രത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും വളരെ കൃത്യമായി ഭക്തി പുരസ്സരം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ കർക്കിടക മാസ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണം പൂർണ്ണമായിട്ടും പാരായണവും പ്രകാശനവും തുടങ്ങിയിട്ടുള്ള പരിപാടികളെല്ലാം ഇന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇവിടെ രാമായണ പാരായണമുണ്ട്. അത് കഴിഞ്ഞ് ശ്രീരാമ പാമാല എന്നുള്ള പേരിൽ ഒരു തമിഴ് കൃതികൾ ആലപിക്കുന്നൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ അന്നദാനമുണ്ട്. അതുകൊണ്ട് ഭഗവതിയുടെ ഈ തിരുസന്നിധിയിൽ രാമമന്ത്രങ്ങൾ ഉരുവിടാനും രാമമന്ത്രം കേൾക്കുവാനും എത്തിയിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ശ്രീരാമ സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേത ഹനുമൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഭഗവതിയുടെ തിരുസന്നിധിയിൽ 1982 വിശ്വഹിന്ദു പരിഷത്ത് എറണാകുളത്ത് നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കൊല്ലവും മുടക്കാതെ കൊറോണ സമയത്തും കൂടെ അത് മുടക്കാൻ പാടില്ല എന്ന ഭാഷയിൽ അഗ്രശൈലി വെച്ചിട്ട് ചെറിയ കുറച്ച് ആൾക്കാരെ വിളിച്ച് ഒരു പേജ് വായിച്ച് അങ്ങനെ അവതരിപ്പിച്ചു. അതുകൊണ്ട് 44 കൊല്ലം പൂർത്തീകരിക്കാൻ സാധിച്ചു. UTV ന്യൂസ് പാലക്കാട്.